മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കർത്താവിനെ പുകഴ്ത്തുവിൻ. ആകാശങ്ങളുടെ കാറ്റേ കർത്താവിനെ സ്തുതിക്കുവിൻ. പല വർഷങ്ങളെ ദേവദാരുക്കളെ കർത്താവിനെ സ്തുതിക്കുവിൻ. വൃദ്ധരെ ശിശുക്കളെ കർത്താവിന്റെ നാമം പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുകയും മരിച്ചവർക്ക് തന്നെ അങ്ങയുടെ നാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനങ്ങളോടെ മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ ജീവിതത്തോട് അന്ത്യയാത്ര പറയുന്ന ഈ മകളെ അനുഗ്രഹിക്കുകയും ദുഃഖാർത്ഥനായിരിക്കുന്ന മാതാപിതാക്കന്മാരെയും ബന്ധുമിത്രാദികളെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ജനകരിലെന്നും തോരാമിഴുനീർ തീർത്തിടുമുലകിൽ തീരാ ദുഃഖം. ദൈവം തന്നോ ദൈവം തന്നെ തിരികെ വിളിച്ചു പരമാരാധ്യം തിരുമനസുലകിൽ പാട്ടുക നമ്മൾ. കല്ലുകളിൽ നിന്നപരാധത്തിൻ ആത്മജനിരയെ വിരവുയർത്താൻ സർവാധിപനാ ഈശനു കഴിയും. പിരിചുരുതലങ്ങൾ വീണുകൊഴിഞ്ഞോ രോമനസൂനം ശാശ്വതമലരാംബരവനിയിൽ പ്രഭയൊടുവിരിയും. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ കുട്ടികളുടെ മേൽ കൈവച്ച് അനുഗ്രഹിക്കുവാൻ വേണ്ടി അവരെ ജനങ്ങളവിടുത്തെ പക്കൽ കൊണ്ടുവന്നു. എന്നാൽ ശിഷ്യന്മാർ ആ ജനങ്ങളെ ശകാരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈശോ തന്റെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിങ്ങനെ പറഞ്ഞു, കുട്ടികൾ എൻ്റെ അടുക്കൽ വന്നു കേളട്ടെ, നിങ്ങൾ അവരെ തടയേണ്ട. എന്തെന്നാൽ ഇങ്ങനെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം. കുട്ടികളെ പോലെയുള്ളവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനന്തരം അവിടുന്ന് ആ കുട്ടികളെ ആശ്ലേഷിക്കുകയും കൈനീട്ടി അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദര വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ റജി, ശിവ, ആൽഫിൻ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, വളരെയധികം ഹൃദയവേദനയോടുകൂടിയാണ് നാം എല്ലാവരും ഇവിടെ ആയിരിക്കുക. ഷീബ പോളുടെ മരണം ഇതേക്കുറിച്ച് അറിഞ്ഞ എല്ലാവർക്കും ഏറെ ദുഃഖം ഉളവാക്കുന്ന ഒന്നാണ്. ഹിലരി ക്ലിന്റൺ ഒരിക്കൽ പറഞ്ഞു, there is nothing in the world like other people's children. എല്ലാ കുഞ്ഞുങ്ങളും സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ എല്ലാവരാലും പരിഗണിക്കപ്പെടേണ്ടതാണ്, പരിഗണിക്കപ്പെടുന്നുമുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം കുഞ്ഞിൻ്റെ മരണത്തിൽ വേദന അനുഭവിക്കുന്നത് പോലെ നാം എല്ലാവരും ഇവിടെ നിലകൊള്ളുന്നത്.
വൈദ്യശാസ്ത്രം ഇന്നേറെ പുരോഗമിച്ചിട്ടുണ്ട്. എങ്കിലും മരണം അതിൻ്റെ കൊയ്ത്ത് തുടരുന്നു എന്നും പലരും പറയാറുണ്ട്. എന്നാൽ സിയന്ന മോളെ എടുത്തത് മരണമല്ല, ദൈവമാണ് എന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കണം, ഏറ്റുപറയണം. ജോബിനെ പോലെ ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് പറയുവാനായിട്ടുള്ള ആ ഒരു വിശ്വാസ ദാർഢ്യത്തോടു കൂടി നിലകൊള്ളുവാനായിട്ട് നമുക്ക് ഇടയാവട്ടെ. ഞാൻ മരിക്കണം, എങ്കിലേ എനിക്ക് ദൈവത്തെ കാണാനാവൂ എന്ന് വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞു. മാമോദിസ സ്വീകരിച്ചവർ മരണത്തിലൂടെ ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് നാം അറിയുന്നു. അങ്ങനെ ജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട്, നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമ്മിൽ നിന്ന് യാത്രയാകുന്നവളാണ് സിയന്ന മോൾ. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 8-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, നാം മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. മരണത്തിലൂടെ കർത്താവിൻ്റെ സ്വന്തമായി തീരുകയാണ് സിയന്ന മോൾ എന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്. ഇവൾ എൻ്റെ പ്രിയപുത്രി, ഇവളിൽ ഞാൻ സംപ്രീതയായിരിക്കുന്നു എന്നുള്ള ആ സ്വരമാണ് ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് നാം കേൾക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവൾ എന്നുള്ള നിലയിൽ വിശുദ്ധരുടെ ഗണത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നവൾ എന്നുള്ള നിലയിൽ നാം ഈ കുഞ്ഞിനെ ഇന്ന് ദേവാലയത്തിലേക്ക് സംവഹിക്കുകയാണ്. കഴിഞ്ഞ തിരുനാളിന് കരിക്കണ്ടം കുരിശടിയിലേക്ക് മാതാവിൻ്റെയും യൗസപിതാവിൻ്റെയും ഒക്കെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് നാം പ്രദക്ഷിണം നടത്തി. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഇന്നിപ്പോൾ മൃതസംസ്കാര വേളയിലും നാം പള്ളിയിലേക്ക് നീങ്ങുക. മുന്നിൽ കൊടി, കുരിശ്, സ്വർണ്ണക്കുരിശ്, വെള്ളിക്കുരിശ്, മുത്തിക്കുട ഇവയെല്ലാം ഏന്തിക്കൊണ്ടാണ് നാം ഇന്ന് ദേവാലയത്തിലേക്ക് പോവുക. ഇന്ന് മാതാവിൻ്റെ രൂപമോ യൗസപിതാവിൻ്റെ രൂപമോ അല്ല നാം എഴുന്നള്ളിച്ചുകൊണ്ട് പോവുക, മറിച്ച് സിയന്ന മോളുടെ ഈ മൃതശരീരമാണ്. ഇവൾ ദൈവത്തിന് മുമ്പിൽ സംപ്രീതി കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ അവധിക്കാലത്ത് മോൾ നാട്ടിൽ വന്നപ്പോൾ ഞാനുമായിട്ടും സംസാരിക്കുവാനായിട്ടൊക്കെ ഇടയായി. അന്ന് കുഞ്ഞുങ്ങളെല്ലാം അടുത്തു വരികയും അവരുടെ ചില കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുകയും ചെയ്തു. ആ ദിവസങ്ങളിൽ മറ്റു കുട്ടികളിൽ നിന്ന് പഠിച്ച കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം, ഈശോയെ നീ ഒന്ന് വാവ, കൂടെ കളിക്കാൻ വാവ എന്ന് തുടങ്ങുന്ന ആ ഗാനവും അതിനനുസരിച്ചുള്ള ഡാൻസുമൊക്കെ ഈ മോൾ പഠിച്ചതാണ്. അത് നോർത്തേൺ അയർലൻഡിൽ മോൾ അവതരിപ്പിക്കുകയും ചെയ്തു. ആ പാട്ടിൻ്റെ ആത്മാർത്ഥത അറിഞ്ഞ ദൈവം മോളെ തിരികെ വിളിക്കുകയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുക. കാരണം അതിൽ ഇപ്രകാരം പാടി: ഒരു നാളും പാപത്തിൽ വീഴാതെ നീങ്ങിയിടുവാൻ, അലിവേറും സ്നേഹത്തിൽ എന്നാളും താങ്ങിയിടുവാൻ, നീ വരേണമേ, കാത്തിടണമേ, നിന്റെ മാറിൽ ഞങ്ങളെ ചേർത്തിടണമേ, കുഞ്ഞുമക്കളെ വിശുദ്ധരാക്കണേ. ഒരു നാളും പാപത്തിൽ വീഴാതെ ആ വിശുദ്ധിയുടെ കിരീടം അണിയുവാൻ ഈ കുഞ്ഞിന് ദൈവം ഇടയാക്കിയെങ്കിൽ അതൊരു മഹാഭാഗ്യമായി നാം കരുതണം. നമ്മുടെ ഇടയിൽ നിന്ന് ഒരു വിശുദ്ധയെ ദൈവം ഉയർത്തിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം.